കേരളത്തിലൊരു വലിയ VIP മനുഷ്യൻ എൻ്റെ അടുത്ത് വന്നു. അദ്ദേഹത്തിന്റെ മകളെ ഇവിടെ ധ്യാനത്തിന് വിട്ടു. അപ്പൊ ആ മനുഷ്യൻ്റെ അടുത്ത് ഈ കൊച്ചു ധ്യാനം കൂടിയിട്ട് അവസാനം കൗൺസിലിംഗ് എല്ലാം കഴിഞ്ഞിട്ട് എൻ്റെ അടുത്ത് വന്നു. അപ്പൊ ഇങ്ങനെ കൗൺസിലിംഗ് കുഴപ്പമൊന്നുമില്ല. പരിശുദ്ധാമേർത്തുമ്പോൾ എൻ്റെ അടുത്തൊരു പേര് പറഞ്ഞു. ഞാൻ കൊച്ചോട്ട് ഇവിടെ ഇങ്ങനെ ലൈനായിട്ട് നിൽക്കുക, എല്ലായിടത്തും ലേക്ക് വെച്ചെങ്കിൽ പ്രാർത്ഥിക്കാൻ വേണ്ടി നിൽക്കുക. ഡെലിവറൻസ് പുറകെ കിടക്കുക. കൊച്ചു വന്നപ്പോഴത്തേക്കും കൊച്ചൊരു തെറ്റായ ബന്ധമുണ്ട്, മാറാൻ വേണ്ടി. തെറ്റായ ബന്ധം പ്രശ്നം, ജോലി തടസ്സമൊക്കെ ഉണ്ടൊക്കെ മാറാൻ വേണ്ടിയാണ് ഈ മനുഷ്യൻ ധ്യാനത്തിന് വിട്ടിരിക്കുന്നത്. അപ്പോൾ കൊച്ചോ ഈ കൊച്ചിന് എന്ത് പ്രശ്നമാണ്, കൊച്ചു അനുസരണക്കാണ്. അപ്പൊ ഞാൻ ചോദിച്ചൊരിക്കൽ പേര് ഞാൻ കൗൺസിലിംഗ് പോലും പറഞ്ഞില്ലത്, ഒരിടത്ത് പറഞ്ഞില്ല, ഒരു പേര് പറഞ്ഞു. ഇപ്പൊ ആരായത്? സോറി അച്ഛൻ പറയുക ബുദ്ധിമുട്ടുണ്ട്, പറഞ്ഞേ പറ്റൂ, നോക്ക് രക്ഷപ്പെടാൻ എന്നോട് പറ പ്ലീസ്, ഞാൻ സഹായിക്കാം, പ്രാർത്ഥിക്കാം. അച്ഛ എൻ്റെ അപ്പൻ്റെ ഡ്രൈവറാണ്. ഞാൻ ഇത്ര ബുദ്ധിമാനായ മനുഷ്യൻ, ദൂര കഴിവുള്ള മനുഷ്യൻ, പ്രഗത്ഭനായ മനുഷ്യൻ. ഈ പുള്ളി രാവിലെ വൈകുന്നേരം വരെ ഡ്രൈവർ കൂടിയാണ്. ഡ്രൈവർ ഇങ്ങനെ ഈ മനുഷ്യനെ ഇങ്ങനെ എടുത്തോണ്ട് നടക്കുകയാണ്. ആ കുടുംബത്തെ എല്ലാം സഹായിക്കുന്നു. പക്ഷെ ഈ മനുഷ്യൻ, ഇവൻ ഡ്രൈവർ, അവന് പ്രായം 10-40 വയസ്സ് പ്രായമുണ്ട്. ഈ കൊച്ചിന് 19-20 വയസ്സ് പ്രായമുള്ളൂ. നശിപ്പിച്ച് തീർത്ത്, ഇതിന്റെ ജീവിതം തീർന്നു. അറിയാൻ തുടങ്ങി. പറഞ്ഞു എന്നോട് ഇപ്പൊ എനിക്ക് 1 രൂപ കൗൺസിലിംഗ് എടുത്തിട്ട് വരാൻ പറഞ്ഞു. അനുദപിക്കാം, നമുക്ക് സംസാരിക്കാൻ പറഞ്ഞു. അപ്പയോട് പറഞ്ഞേക്കാൻ ഞാൻ പറയില്ല, പറയാൻ പറ്റത്തില്ല. അപ്പൊ ഞാൻ മനസ്സിലായതിന് ജഡിക പാപമുള്ളവന് തന്റെ കൂടെ ഉള്ളത് കള്ളനാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റില്ല. അപ്പൊ പരിശുദ്ധാത്മാവ് പറഞ്ഞു, ഈ VIP എന്ന് പറഞ്ഞവനുണ്ട് വേറെ വൃത്തികെട്ട ബന്ധങ്ങള്. അതുകൊണ്ട് അവൻ അന്ധനാ. അതുകൊണ്ട് അവന്റെ മുമ്പിൽ ആർക്ക് ഏത് വേഷം കെട്ടാം. പക്ഷേ ആളുകളിൽ എല്ലായിടത്തും പോകുന്ന ആളാ. മെത്രാമന്റെ അടുത്ത് പോകുന്നു, അവിടെ പോകുന്നു, എല്ലായിടത്തും VIP, ഭയങ്കര റെസ്പെക്ട്, സൊസൈറ്റിയില് പൈസ ഇഷ്ടം പോലെ, ബിസിനസ്, ഭയങ്കര ബിസിനസ്. പക്ഷേ വീട്ടിൽ കള്ളം കയറ്, വിശുദ്ധിയിലേക്ക് കാണിയരുത്. അവിടെ ഈ തലമുറയ്ക്ക് പറ്റാൻ പോകുന്നത്. അവരാണ് ഈ കല്യാണം കഴിച്ചിട്ട് പൊട്ടിപ്പോകുന്ന കാരണം എന്താ? വിശുദ്ധി ഇല്ലാത്തതുകൊണ്ട്. ഇവളെ അറിയത്തില്ല. നമുക്ക് ആരെയും പറ്റിക്കാം. ഈ തലമുറയിലാണ്. കഴിഞ്ഞ തലമുറയിൽ നമുക്ക് പറ്റിക്കാൻ പറ്റത്തില്ലായിരുന്നു. ഈ തലമുറയിൽ ആരെയും പറ്റിക്കാം.